Hey guys, I'm Feba and you're watching my channel, My Entertainment. Hey, it's Fabes. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് യു വാച്ചിങ് മൈ ചാനൽ ഹേ ഇറ്റ്സ് ഫേബ്സ്. അപ്പോൾ ഗൈസ്, ഇന്ന് GNMൻ്റെ ഫെയർവെൽ വ്ളോഗാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് GNMൻ്റെ ഫെയർവെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മുടെ കോളേജിൽ നടത്തിയായിരുന്നേ. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് എൻ്റെ വ്ളോഗിലൂടെ ഞാൻ നിങ്ങളോട് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തത് ദ ഫൈനൽ ബെൽ എന്ന് പറയുന്ന ഒരു തീമിൻ്റെ ഒരു സിമിലാരിറ്റി വെച്ചിട്ടായിരുന്നു. ആ ഡെക്കറേഷൻസും എല്ലാം അതുപോലത്തെ ഒരു ക്ലാസ് റൂം സെറ്റപ്പ്, അങ്ങനത്തെ ഒരു തീമിലായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ 3-4 ദിവസത്തെ തിരക്കും കാര്യങ്ങളും ഒക്കെ കാരണം ഞാൻ ക്രാഫ്റ്റും ഒന്നും തന്നെ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ ഒന്നിച്ച് ഈ ക്രാഫ്റ്റ് ഐറ്റംസ്, ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ കണ്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ആക്രാന്തമായിരുന്നു സത്യം പറഞ്ഞാൽ. ലൈക്ക് ഈ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെയും എനിക്കിങ്ങനെ ഒറ്റയടിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്തെല്ലാം ക്രാഫ്റ്റ് ചെയ്തേനെ, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് പോയി. ഓരോ സാധനങ്ങൾക്കും നല്ല വിലയുണ്ട്. ക്രാഫ്റ്റും ആർട്ടും ഒക്കെ ചെയ്യുന്നവർക്കറിയാം, ഈ ഡെക്കറേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആയിക്കോട്ടെ, എല്ലാത്തിനും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പൈസ ഇറക്കേണ്ട ഒരു ഐറ്റമാണ്. അത് ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഇതെല്ലാം കൂടെ വാങ്ങിക്കുമ്പോൾ എത്ര ബഡ്ജറ്റ് ആകും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. നമ്മൾ ചെയ്യുന്ന ഓരോ ഡെക്കറേഷൻസിലും ഒരു എസ്തെറ്റിക് ഫീൽ അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും പണിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെറ്റർ പോലെ ഒരു ചെറിയൊരു തോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഐ തിങ്ക് ഫെയർവെൽ GNM സംതിങ് അങ്ങനെ എന്തോ എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരുന്നത്. ഇതിലേക്ക് നമ്മളൊരു വൈറ്റ് ചാർട്ട് പേപ്പർ വാങ്ങിച്ചിട്ട് അത് ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് ഇങ്ങനെ പഴയ കീറിപ്പോയ പേപ്പർ പോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിനൊരു എസ്തെറ്റിക് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കോഫി പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഈ ആർട്ട് ഇത് ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു ക്ലാസ് റൂമിലാണ്. അവിടെ ഓൾറെഡി ബെഞ്ചൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കൊന്ന് ഇരുന്ന് ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല. ലൈക്ക് സ്പേസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇത് താഴെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇരിക്കാൻ പോലും സ്ഥലം അങ്ങനെ ഇല്ലായിരുന്നു. അതിൻ്റെ ഇടയിലൂടെ ഇരുന്ന് നമ്മൾ ഇത്രയും പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറഞ്ഞാൽ ഇത്തിരി കഷ്ടപ്പാടായിരുന്നു. പക്ഷേ റിസൾട്ട് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷമായിരുന്നു. ആ കഷ്ടപ്പാടൊക്കെ നമ്മളങ്ങ് മറന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഓൾറെഡി നമ്മൾ ആ കോഫി പേപ്പർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുള്ള അതേ പേപ്പറിൽ തന്നെ കുറച്ചുകൂടെ എഡ്ജസൊക്കെ ഒന്ന് ഡാർക്കായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത കാര്യമാണിത്. പിന്നെയും നമ്മൾ അതിൻ്റെ മുകളിലേക്കൂടെ ഒരു കോട്ടൂടെ ജസ്റ്റ് കൊടുത്തു. ആ കോഫി പൗഡറിൻ്റെ പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒരു കോട്ടൂടെ നമ്മൾ കൊടുത്തു. സൈഡിലൊക്കെ നമ്മൾ കോഫി പൗഡറും ഇച്ചിരി വെള്ളവും മിക്സ് ചെയ്ത് ആ ഒരു തിക്ക് പേസ്റ്റോട് കൂടി തന്നെ നമ്മളൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തു എന്ന് എനിക്ക് പറയാം. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി എസ്തെറ്റിക് ഫീൽ, കുറച്ചുകൂടി ഒരു റിയാലിറ്റി തോന്നിക്കും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞുള്ള നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അത് ഇങ്ങനെയായിരുന്നു കിട്ടിയിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടി. എന്താണ് പറയാനുള്ളത്? അതാണ് പറയാനുള്ളത്. എന്തെങ്കിലും പറ. നമ്മുടെ വീഡിയോയിൽ ഈ ഇരുന്ന് പെയിൻറ്റ് ചെയ്യുന്ന ആളാണ് കേട്ടോ മിഷ്ടി. പുള്ളിക്കാരിയാണ് ഇതിൻ്റെ ഓവറോൾ കോർഡിനേറ്റർ. എല്ലാ കാര്യവും നോക്കി നടത്തുന്ന പുള്ളിക്കാരിയാണ്. യെസ്, ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. കാർഡ്ബോർഡ് പേപ്പേഴ്സും തെർമോക്കോളൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വൈറ്റ് പേജസ് വരാൻ വേണ്ടിയിട്ട് ചാർട്ടൊക്കെ വെച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. ഒട്ടിച്ചിട്ട് ഒരു വലിയ ബുക്ക് പോലെ, അത് തുറന്ന് വെച്ചിരിക്കുന്ന 2 ബുക്ക് പോലെ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. These 2 members are the coordinators. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ആർട്ട് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുന്ന ആൾ. ദിസ് ഈസ് ദിഷ ആൻഡ് ദിസ് ഈസ് ജെഫി. നമ്മളിവിടെ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തെർമോക്കോൾ പീസ് വെച്ച് കട്ട് ചെയ്ത് ഉണ്ടാക്കുകയാണ്. ഗൈസ്, എല്ലാവരും വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലവർ മേക്ക് ചെയ്യാനായിട്ടുള്ള വർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ടിരുന്നപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ആ കാണുന്ന റെഫറൻസിലുള്ള ബട്ടർഫ്ലൈനെ ചുമ്മാ ഹാൻഡ് പെയിൻറ്റിങ് ചെയ്താലോ നമ്മളിങ്ങനെ വിചാരിച്ചു. ആക്ച്വലി എൻ്റെ ഒരു ജൂനിയറാണ് എനിക്ക് ഹാൻഡ് പെയിൻറ്റിങ് ചെയ്ത് തന്നത്. ചെയ്ത് വന്നപ്പം നന്നായി വരുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്തത്, പക്ഷേ ചെയ്ത് വന്നപ്പോൾ കൊള്ളായിരുന്നു. ലാസ്റ്റ് ഈ ഹാൻഡ് പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള റിസൾട്ട് എങ്ങനെയായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. നമ്മളെക്കൂടെ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. തമ്പുരു കൊള്ളാം. താങ്ക് യു. തമ്പുരു എങ്ങനെയുണ്ട് പറ. കൊള്ളാം. ഇന്നിതാ അവരുടെ കുറേ മെമ്മറീസ്, അവരുടെ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പോളറൈറ്റ്സ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
അതെന്തിനാണ് വെച്ചേക്കുന്നത് വെച്ചാൽ നമുക്കിങ്ങനെ ഇവരുടെ ഫോട്ടോസ് ഹാങ് ചെയ്തിട്ട് ഒരു ഹാങ്ങിങ് ബോക്സ് പോലെ, ഒരു ഹാങ്ങിങ് ലൈക്ക് LED ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു ഹാങ്ങിങ് ബോക്സ് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് അടങ്ങുന്ന കുറേ ഫോട്ടോ പോളറൈറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതൊക്കെ പ്രോഗ്രാം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വോയിസിൽ കുറച്ച് ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കര അടഞ്ഞിരിക്കുന്ന വോയിസ് പോലെ തോന്നും, ബിക്കോസ് തൊണ്ടയെല്ലാം അടിച്ചുപോയി. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. മാത്രമല്ല ഞാൻ രാത്രി ഇരുന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വോയിസ് ഓവറിൽ കേൾക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു ആർട്ട് വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പേഴ്സ് വെച്ചിട്ട് റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കും. നമ്മൾ ഈ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലെ ഒരു ടെക്നിക്ക് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഔട്ടർ ഷെയ്ഡ്സും അതേപോലെ തന്നെ ഇന്നർ ഷെയ്ഡ്സുമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ട് നമ്മൾ കൊടുത്ത്, പൊതുവേ ഈ ഒരു ആർട്ട്, ഡെക്കറേഷന്, പിന്നെ ക്രാഫ്റ്റ് ഇങ്ങനെയുള്ള ഫീൽഡിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ പിൻട്രസ്റ്റി ആയിട്ടുള്ള ഐഡിയാസ് ആയിരിക്കും മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെയും അതേ മെത്തേഡ് തന്നെയായിരുന്നു, കൂടുതലും പിൻട്രസ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇതാ നിങ്ങളിപ്പം കാണുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ്, പോളറൈറ്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ബോക്സാണ് കാണുന്നത്. പിന്നെ അതാ ഇവിടെ നമ്മൾ ഓൾറെഡി കുറച്ച് ബുക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചെറിയ ബുക്സ്. അത് നമ്മൾ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഒക്കെ യൂസ് ചെയ്തും അതേപോലെ കാർഡ്ബോർഡൊക്കെ ഔട്ടർ കവറായിട്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ ചെറിയ സ്മോൾ നോട്ട് ബുക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ കാർഡ്ബോർഡ്സിൻ്റെ ഒക്കെ സൈഡിൽ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഈ നോട്ട് ബുക്സിനെയും അവർ വെറുതെ വിട്ടില്ല, അതിലും ഒരു എസ്തെറ്റിക് ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോഫി വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു ഓരോ പേജും. ഈ കാണുന്ന വർക്ക്സ് എല്ലാം നമ്മൾ രാവിലെ ചെയ്ത വർക്ക്സ് ആയിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു, കാരണം ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഭാരതിയമ്മാളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിന് വരുന്ന ഗസ്റ്റിന് നമുക്ക് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയത് ഈ ഒരു ഷോപ്പിലായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ഫോട്ടോഗ്രാഫീസ് ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് എന്നെ അധികം വീഡിയോസ് ഒന്നും പിടിക്കാനായിട്ട് അവർ സമ്മതിച്ചില്ല. പക്ഷേ നമ്മളെങ്ങനെയാലും വീഡിയോ പിടിക്കുമല്ലോ. സംഭവം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി, നല്ല ഷോപ്പാണ് കേട്ടോ. ഒരുപാട് ഹോം ഡെക്കോർ ഐറ്റംസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ ചെന്നപ്പോൾ ഏതെടുക്കണം എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. കോളേജിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു, ഫോട്ടോ ഫ്രെയിംസ്. പിന്നെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ റൂമിൽ വെക്കാൻ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങണം. പൈസയൊക്കെ കിട്ടിയിട്ട് കൊള്ളാം. ഒരു നല്ല ഷോപ്പ്, ഭാരതിയമ്മാളിൽ തന്നെ ഒരു നല്ല ഷോപ്പിൽ നമ്മൾ വന്നു. കുറച്ച് സാധനം നോക്കാൻ വേണ്ടി വന്നതാണ്. ബട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ക്ലോക്ക് വാങ്ങിച്ചു. ഞാൻ ഈ ക്ലോക്കാണ് വാങ്ങിച്ചത്. ഈ ക്ലോക്കാണ് ഞാൻ വാങ്ങിച്ചത്. ബട്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ദിസ് വൺ, ഈ ഒരു ബ്ലാക്ക് വൺ ആയിരുന്നു. പക്ഷെ മമ്മിക്ക് ഇഷ്ടപ്പെട്ടത് വൈറ്റ് വൺ ആണ്. ഞാൻ വൈറ്റ് വാങ്ങിച്ചു. ആൻഡ് അതാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പ്രോഗ്രാമിന് വരുന്ന ഗസ്റ്റിന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ ചെന്നിട്ട് അവസാനം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സാധനം വാങ്ങിച്ചു വരുന്ന ഒരവസ്ഥയായി മാറി. കാരണം എനിക്ക് ആ ക്ലോക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു എസ്തെറ്റിക് ഫീലൊക്കെ വേണ്ടിയിരുന്ന ഒരു ക്ലോക്കായിരുന്നു. അപ്പം തന്നെ ഞാനത് വാങ്ങിച്ചു. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് ഡെക്കോർ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അത് കാണുമ്പോൾ എങ്ങനെയാണ് എടുക്കാതിരിക്കുന്നത്. ഞാൻ വേറെ ഏതാ ഔട്ട്ഫിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഒരു ലാവൻഡർ കളറിലുള്ള ഒരു ക്രോപ്പ് ടോപ്പും പിന്നെ ചാർക്കോൾ ഷെയ്ഡ് വരുന്ന ഒരു ജീൻസ് ആയിരുന്നു അതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സാധനമൊക്കെ വാങ്ങിയിട്ട് നേരെ കോളേജിലേക്ക് പോവുകയാണ് ചെയ്തത്. കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എൻട്രൻസിലോട്ട് ആ ഊബർ വിളിക്കാൻ വേണ്ടിയിട്ട് പോകായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കോളേജിൽ പഠിക്കാൻ വന്ന സമയത്ത് ഫസ്റ്റ് ഔട്ടിങ്ങിന് വരുന്നത് ഈ ഭാരതിയമ്മാളിലേക്കായിരുന്നു. അന്ന് നമുക്ക് നമ്മുടെ കോളേജിൻ്റെ തൊട്ട് കീഴെ തന്നെ ഇത്രയും വലിയൊരു മാളുണ്ടെന്നൊക്കെ പറയുമ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. ഫെബ്രുവരി മാർച്ച് ആ ഒരു മന്തിലൊക്കെ ഇവിടെ ബ്ലൂമിങ് വരും. അപ്പം നല്ല പിങ്ക് കളറുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഈ മരത്തിൽ നിറയെ. ഈ ഭാരതിയമ്മാളിൻ്റെ ആ ഒരു റോഡ് ഫുള്ള് ഒരു പിങ്ക് മയമായിരിക്കും ഉണ്ടായിരിക്കും. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ഊബർ വന്നു. ഇവിടെ ഊബർ വരാൻ കുറച്ച് ലേറ്റ് ഉണ്ടായിരുന്നു, കാരണം ഇങ്ങോട്ടുള്ള റോഡ് വളരെ മോശമായിട്ട് കിടക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഊബർ വരാൻ ലേറ്റ് ആയത്. എനിവേ ഈ റോഡിലൂടെ പോകുമ്പം എല്ലാം നമ്മുടെ ഗിഫ്റ്റും പൊട്ടുന്ന ഗിഫ്റ്റായിരുന്നേ. അപ്പോൾ അത് പൊട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം സൂക്ഷിച്ചാണ് കൊണ്ടുപോയത്. അങ്ങനെ ഫൈനലി നമ്മൾ കോളേജിലെത്തി. അപ്പോൾ ഗൈസ് ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു GNM ഫെയർവെൽ ഡേ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യണം.